നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, സുരേന്ദ്രനെതിരായ നിലപാട് താങ്കൾ നേരത്തെ ശക്തമായി സ്വീകരിച്ചതാണ്. ഇപ്പോൾ സുരേന്ദ്രൻ തന്നെ രാജ്യസന്നദ്ധ അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സുരേന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നത് ദേശീയ നേതൃത്വം അത് നിരാകരിക്കുമെന്നത് മുന്നറിഞ്ഞുകൊണ്ടാണോ അദ്ദേഹം രാജ്യസന്നദ്ധ മുന്നോട്ട് വെച്ചിരിക്കുന്നത്? ഒന്ന്, ഞാനിപ്പോ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണ്. ഞാൻ മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയത്തിൽ സംസാരിക്കുന്നത് സംബന്ധിച്ച് ഒരു ധാർമ്മിക പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ ആഭ്യന്തര വിഷയങ്ങൾ സംബന്ധിച്ച് ഏറെ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ തീരുമാനം. മാത്രമല്ല, പ്രതികരണത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ സംസ്കാരവും കുലീനതയും ഒക്കെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്നാൽ പോലും ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാതെ വയ്യ. ഈ രാജി എന്ന് പറയുന്ന രാജി സന്നദ്ധത എന്ന് പറയുന്ന വാസ്തവത്തിലൊരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ രാജി വെക്കാനാണെങ്കിൽ അദ്ദേഹം രാജി വെക്കുകയാണ് വേണ്ടത്. രാജി വെച്ചതിന് ശേഷമാണ് സംസാരിക്കുന്നത്. ഇത് രാജി സന്നദ്ധത അറിയിച്ചു എന്നുള്ളത് ഒരു PR എക്സസൈസ് ആണ്. ഇതിന്റെ ഈ തോൽവിയുടെ പാപഭാരം മുഴുവൻ മറ്റുള്ളവരുടെ തലയിലേക്കിട്ട് താൻ എന്തോ വലിയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകം മാത്രമാണ്. രാജി വെക്കുകയാണ് വേണ്ടത്. രാജി വെക്കാനുള്ള ഉന്നതമായിട്ടുള്ള ജനാധിപത്യ ബോധമോ ധാർമ്മിക ബോധമോ സുരേന്ദ്രനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന്, ഈ ബി.ജെ.പിയിൽ ഇപ്പൊ നടക്കുന്ന ഈ ചക്കളത്തി പോരിൽ രണ്ട് വിഭാഗത്തിന്റെയും കൈക്കോടലിയായി മാറാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ അഭിപ്രായങ്ങൾ പറയേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ തീരുമാനം. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. ഈ താങ്കൾക്ക് ബി.ജെ.പി രാഷ്ട്രീയം നേരത്തെ പരിചയമുള്ളയാളാണ്, അതുകൊണ്ടുകൂടിയാണ് ചോദിക്കുന്നത്. ഈ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ പാലക്കാട് തോൽവിയുടെ ശേഷം നടക്കുന്ന ചർച്ചകൾ ബി.ജെ.പിയിൽ ഒരു മാറ്റത്തിന് ഇടവെക്കുമോ? അങ്ങനെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കാരണം മുമ്പും തോൽവികൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, അതെല്ലാം ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അത് പലപ്പോഴും ഒരു അൺപ്രഡിക്റ്റബിലിറ്റിയാണ് ആ പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ നോക്കൂ, തോറ്റതിന്റെ പേരിൽ മാറ്റാനാണെങ്കിൽ സുരേന്ദ്രനെ എന്നോ മാറ്റണ്ട. ഇത്രയും അധികം തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു നേതാവ് വേറെയുണ്ടോ? ഇത്രയും അധികം തോൽവികൾ പാർട്ടിക്ക് സംഭാവന ചെയ്ത മറ്റൊരു സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? 2021 ഏറ്റവും അനുകൂലമായ സാഹചര്യത്തിലും 2 സീറ്റുകളിൽ മത്സരിക്കുകയും ഹെലികോപ്റ്ററിൽ കറങ്ങി നടക്കുകയും ഒക്കെ ചെയ്ത് 35 സീറ്റ് ജയിക്കുമെന്നൊക്കെ അവകാശവാദം ഉന്നയിച്ച് വളരെ പാർട്ടിയെ വളരെ മോശമായ രീതിയിലേക്ക് എത്തിച്ചതിന്റെ തീർച്ചയായിട്ടും ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നല്ലോ. അവിടെ ഒരു അക്കൗണ്ടബിലിറ്റി വേണമായിരുന്നല്ലോ. സാധാരണ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളിൽ തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിക്കുമ്പോൾ നേതൃത്വം ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്, അക്കൗണ്ടബിൾ ആയിരിക്കേണ്ടതാണ്. ഇവിടെ അക്കൗണ്ടബിൾ ആവാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അന്ന് ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും അവർ അത് നന്നാവുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഇന്നത്തെ നിങ്ങൾ പത്രസമ്മേളനം വേണമെങ്കിൽ പരിശോധിച്ചോ, ധിക്കാരവും ധാർഷ്ട്യവും മാധ്യമപ്രവർത്തകരുള്ള പുച്ഛവും ഒക്കെ നിങ്ങൾക്ക് അതിൽ കാണാം. മറ്റുള്ളവരെ കുറിച്ച് ചോദിക്കുന്ന സമയത്തും പുച്ഛവും പരിഹാസവും കലർന്ന ഭാഷയായിരിക്കും. ആ ശരീരഭാഷയാണ് സുരേന്ദ്രന്റേതും ഇപ്പൊ പൊതുവെ ബി.ജെ.പിയുടേതും. അതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോ ഒരു അഭിപ്രായ പ്രകടനത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം കൂടി, താങ്കൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. ഈ ഇപ്പോൾ കൃഷ്ണദാസ് പക്ഷവും അത്തരമൊരു വാദമൊക്കെ ഉയർത്തി സുരേന്ദ്രനെതിരായ ചില നീക്കങ്ങൾ പരസ്യമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഈ വാദത്തിനൊക്കെ പ്രസക്തി ഉണ്ടാകുമോ? അത് ബി.ജെ.പിയിൽ ഒരു തിരുത്തൽ വരുത്താൻ മാത്രം ശക്തിയുള്ളതാണോ? ഞാൻ പറഞ്ഞില്ല, ഈ P.K. കൃഷ്ണദാസ് പക്ഷം അല്ലെങ്കിൽ M.T. രമേശ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പൊ സുരേന്ദ്രന്റെ അധികാര കസേര കണ്ട് ചാടിപ്പുറപ്പെട്ടവരാണ്. അവർക്ക് പാർട്ടിക്കുള്ളിൽ ശക്തമായിട്ടുള്ള വിമർശനം ഉയർത്താനുള്ള ധാർമ്മികമോ അഭിമാനപരമോ ആയിട്ടുള്ള യാതൊരു ഉൾക്കരുത്തുമില്ല. ഒരു ഉൾക്കരുത്തുമില്ല. അവർക്ക് അഭിപ്രായം പറയേണ്ട സമയങ്ങളിലൊക്കെ പഞ്ചപുച്ഛമടക്കി അവിടെ ഒതുങ്ങിക്കൂടി കിട്ടുന്നത് വാങ്ങി നടക്കുന്നവരാണ് M.T. രമേശും P.K. കൃഷ്ണദാസും ഒക്കെ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ധാർമ്മികമായ ഉൾക്കരുത്തുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ചക്കളത്തി പോരാട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ സുരേന്ദ്രനെതിരെ എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഒരു കൈക്കോടാലിയായി മാറാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ പ്രശ്നം അവര് തമ്മിൽ തർക്കിച്ച് തീർക്കട്ടെ. അവരുടെ അധികാരത്തിന് വേണ്ടിയുള്ള ഈ ചക്കളത്തി പോരാട്ടം ഉണ്ടല്ലോ, ഇതൊക്കെ അവർ തമ്മിൽ തീർക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. സംസാരിച്ചത് വിനോദ്, നമ്മൾ കാണുന്നുണ്ട് ബി.ജെ.പിയിൽ നടക്കുന്നത്. സുരേന്ദ്രൻ്റേത് ഒരു നാടകമാണോ എന്നതിനപ്പുറത്തേക്ക് സുരേന്ദ്രൻ ഈ ദേശീയ പരാജയത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനെ ദേശീയ നേതൃത്വം ആ ഒരു പ്രാധാന്യത്തോടെ കരുതിയുള്ള ഒരു മാറ്റം ബി.ജെ.പിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണോ? പ്രത്യേകിച്ച് കൃഷ്ണദാസ് പക്ഷമൊക്കെ വലിയ നിലപാടെടുക്കുന്നു എന്ന സൂചനകളുള്ള സാഹചര്യത്തിൽ. സൈത്ത്, സുരേന്ദ്രൻ രാജിവെക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പുമില്ല. അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. JP നദ്ദയെയും BL സന്തോഷിനെയും ഈ വിവരം അറിയിച്ചു എന്നതിനപ്പുറത്ത് രാജിവെക്കും അല്ലെങ്കിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ രാജിപ്രഖ്യാപനം ഉണ്ടാകും അങ്ങനെ ഒരു സൂചന ഇതുവരെ നമുക്ക് ലഭിക്കുന്നില്ല. അത് സുരേന്ദ്രന്റെ തീരുമാനമാണ്. പാർട്ടി ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് സുരേന്ദ്രൻ കൈക്കൊള്ളുന്ന തീരുമാനമായിരിക്കും. ഏതായിരുന്നാലും പ്രകാശ് ജാവദേക്കറുടെ എക്സിലെ പോസ്റ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിന്റെ പ്രഭാരിയാണ്. അദ്ദേഹം പറയുന്നത് ആരും രാജിവെക്കില്ല, ആരോടും രാജി ചോദിച്ചിട്ടില്ല എന്നാണ്. അതായത് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പറയുന്നു ആരോടും രാജി ചോദിച്ചിട്ടില്ല, ആരും രാജിവെക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ
കെ സുരേന്ദ്രനാകട്ടെ താൻ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കാൻ തയ്യാറാണ് എന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു എന്ന വിവരം പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇതിൽ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ തന്നെ കെ സുരേന്ദ്രൻ രാജിവെക്കുമോ ഇല്ലയോ എന്നത് 12 മണിക്കുള്ള വാർത്താ സമ്മേളനമുണ്ട്. അത് കഴിയുമ്പോൾ മാത്രമാണ് വ്യക്തമാവുക. ഏതായിരുന്നാലും പാലക്കാട് തിരഞ്ഞെടുപ്പോടുകൂടി BJP-യിൽ കാര്യങ്ങൾ കൂടുതൽ കലുഷമാവുകയാണ്. നേരത്തെ വി മുരളീധര വിരുദ്ധ ചേരി ഉണ്ടായിരുന്നു. അത് ഈ പറയുന്നത് പോലെ PK കൃഷ്ണദാസോ MD രമേശോ ശോഭാ സുരേന്ദ്രനോ ഒക്കെ ആയി വരുന്ന ഒരു ചേരി, അല്ലെങ്കിൽ അവർ അണിനിരക്കുന്ന ഒരു ചേരി. അവർക്ക് കാര്യമായി ഈ ഔദ്യോഗിക പക്ഷത്തിനെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർ തെറ്റായ നിലയിലാണ് പാർട്ടി പോകുന്നതെങ്കിൽ അതിനെ തിരുത്താനുള്ള ഒരു ശക്തി ഈ പറയുന്ന ചേരിക്ക് ഉണ്ടായിരുന്നില്ല എന്നത് വസ്തുതയാണ്. ഒരല്പമെങ്കിലും എതിർത്ത് സംസാരിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയുന്നത് ശോഭാ സുരേന്ദ്രൻ മാത്രമായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലമായി അവരും ഏതാണ്ട് വെടിനിർത്തലിൻ്റെ ഒരു പാതയിലാണ്. അങ്ങനെ പ്രത്യക്ഷമായ ഒരു പോരാട്ടത്തിലേക്ക് പോകുന്നില്ല. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ അവർ സ്ഥാനാർത്ഥിയായി, അതിനുശേഷം ഈ പാലക്കാട് തിരഞ്ഞെടുപ്പ് വരുന്നു. ശോഭാ സുരേന്ദ്രൻ കൂടി ആ റാലിയിലൊക്കെ പങ്കെടുത്തതാണ്. കെ സുരേന്ദ്രനൊപ്പം അവർ വാഹന റാലിയിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു തർക്കത്തിലേക്കൊന്നും പോയിരുന്നില്ല. പക്ഷേ BJP-യിൽ മറ്റൊരു ശാക്തിക ചേരി ഉടലെടുക്കുന്നുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി, അങ്ങനെ വരുന്ന ചില ആളുകൾ. ഇവർക്ക് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പല ചെയ്തികളോടും എതിർപ്പുണ്ട്. ഈ നേതാക്കളെല്ലാം തന്നെ ഡയറക്റ്റ് ബന്ധമുള്ള, അല്ലെങ്കിൽ നേരിട്ട് BJP ദേശീയ നേതൃത്വവുമായി ബന്ധം പുലർത്തുന്ന നേതാക്കളാണ്. ഇവിടെ നടക്കുന്ന അവർ പറയുന്ന ചില കൊള്ളരുതായ്മകൾ, അല്ലെങ്കിൽ പാർട്ടിക്ക് ഗുണകരമല്ലാത്ത തരത്തിലുള്ള ചില പെരുമാറ്റങ്ങളും സമീപനങ്ങളും നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് അവർ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ അവർ ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും എന്നത് ഉറപ്പാണ്. മാത്രമല്ല, പാലക്കാട് ഇങ്ങനെ ഒരു തോൽവി പ്രതീക്ഷിച്ചിരുന്നു എന്നത് മാത്രമല്ല, അവിടെ വിജയിക്കാൻ കഴിയും എന്ന തരത്തിലായിരുന്നു കണക്കുകൂട്ടലുകൾ. സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഈ പറയുന്ന ആളുകൾക്ക് മറ്റ് ചില പേരുകളോട് താല്പര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് N ശിവരാജനൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം പലപ്പോഴായി ഉയർന്നു വന്നിരുന്നു. പക്ഷേ ആ പേര് വെട്ടപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ വെട്ടി ഈ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വലിയ പരാജയം ഏറ്റുവാങ്ങുമ്പോൾ അത് കോർപ്പറേഷൻ കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെച്ച് അങ്ങനെ കൈകഴുകി നേതൃത്വത്തിന് പോകാൻ കഴിയില്ല എന്നൊരു സൂചന തന്നെയാണ് കൃത്യമായും ഒരു പുതിയ ചേരിയിൽ നിന്ന് നമുക്കൊരു സന്ദേശമായി ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി വരും നാളുകളിൽ BJP-യിൽ കാര്യങ്ങൾ സുരേന്ദ്രനും മുരളീധരനും ഒക്കെ അത്ര സുഖകരമായിരിക്കില്ല. മാത്രമല്ല, മുരളീധരനും സുരേന്ദ്രനും തമ്മിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം വി മുരളീധരൻ ഈ തോൽവിയെക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ല, സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞതു മുതൽ അത്തരത്തിലുള്ള ചർച്ചകൾ കൂടി ഉയർന്നു വന്നു. ഏതായിരുന്നാലും PK കൃഷ്ണദാസ് ചേരി എന്നതിനപ്പുറത്തേക്ക് പുതിയൊരു ശാക്തിക ചേരി BJP-യിൽ ഉദയം കൊള്ളുന്നു എന്ന് നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും. സൈത്ത്. യെസ്, വിനോദ്.